ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനും വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. ഓരോ ദിവസവും ഈ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗ്രാമത്തിലൊക്കെ പോയി പകലും രാത്രിയുമില്ലാതെ യാത്ര ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് എനിക്ക് കിട്ടിയ ചെറിയൊരു സാഹചര്യം വെച്ചാണ്. എനിക്ക് വലിയ ടെക്നോളജി ഒന്നും ഇതിനകത്ത് അറിയത്തില്ല. ഒരു മുറിക്കകത്ത് ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അയക്കുന്നത്. അല്ലാതെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. ദൈവത്തോടുള്ള സ്നേഹവും ആ വചനത്തോടുള്ള ആ പ്രതിബദ്ധതയും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സന്ദേശമായി എത്തിക്കുവാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന നിലവാരത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എല്ലാം അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണ്, അതോടൊപ്പം തന്നെ സന്തോഷവും കൂടി നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് വേണ്ടുന്ന സകലതും തന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറത്തില്ല, വഴിയറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല. വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ യേശു വിശ്വസ്തനാണ്. ആമേൻ. നമ്മെ വിളിച്ച ദൈവം ഒരിക്കലും നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല. നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കി, നമ്മുടെ പ്രതികൂലങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ ഓരോ ദിവസത്തെയും പ്രയാസങ്ങളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും മനസ്സിലാക്കി നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ്ത ഗോതമ്പ് മാവ്, ശേക്കലിന് 2 സെയ്യ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്നും ഒന്നും തിന്നുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. 6-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടി ഞാൻ വായിക്കുന്നു. അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കൽപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. യേശുവിന്റെ നാമത്തിൽ അരാം രാജാവായ ബെൻക തന്റെ സൈന്യത്തൊക്കെ കൂട്ടി പുറപ്പെട്ട് ശമരിയ വളഞ്ഞു. ശമരിയ പട്ടണത്തിനകത്ത് ക്ഷാമം വെളിപ്പെട്ടപ്പോൾ യേശുവിന്റെ നാമത്തിൽ കഴുതത്തല 80 വെള്ളിക്കാശിനും 1/4 കൽപ്പ് പ്രാകാഷ്ഠം 5 വെള്ളിക്കാശിനും വില കയറി നിൽക്കുമ്പോൾ ഇതാ പ്രവാചകനായ എലീശ പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു: നാളെ ഇതേ സമയത്ത് പലരും പ്രതികൂലത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രവാചകനായ എലീശയെ കളിയാക്കിയപ്പോൾ പ്രവാചകനായ എലീശ, ദൈവവുമായി ബന്ധമുള്ള എലീശ വിളിച്ചു പറഞ്ഞു: നാളെ ഇതേ സമയത്തിന് ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ്യ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ്യ യവവും വിൽക്കപ്പെടും. ഇന്ന് പകൽക്കാലം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടോ? പ്രതികൂലം അനുഭവിക്കുന്നവരുണ്ടോ? ഇനി എന്റെ മുമ്പിൽ ഒരു വഴിയും തുറക്കത്തില്ല, എല്ലാ വഴിയും അടഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം വിലമ്പുന്നവരുണ്ടോ? പുലമ്പുന്നവരുണ്ടോ? വിലപിക്കുന്നവരുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം. ആ എലീശ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ 80 വെള്ളിക്കാശിന് ഹല്ലേലൂയ ഓരോ സാധനം വില കയറിയപ്പോൾ കഴുതത്തലയ്ക്കും പ്രാകാഷ്ഠത്തിനും വില കയറിയപ്പോൾ ശമര്യയുടെ പട്ടണത്തിൽ നാളെ ഇതേ സമയം ഞാൻ അത്ഭുതം ചെയ്യും എന്ന് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ അവിടെ നിന്നവർ പലരും പറഞ്ഞു: നാളെ ഇത് നടക്കത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ, ബട്ട് ഈസ് പോസിബിൾ ഫ്രം ഗോഡ്. ദൈവത്തിന് സകലതും സാധ്യമാണ്. ഈ ലോകത്തിലെ മനുഷ്യരുടെ അവിശ്വാസത്തിന്റെ വാക്ക് കേൾക്കുവാനല്ല എൻ്റെ ദൈവം ഈ കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായത്. ഇന്നേക്ക് 2024 വർഷത്തിന് മുമ്പ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച നസ്രത്തുകാരനെ യേശു വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു: വിശ്വസിക്കുക, എങ്കിൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഇവിടെ ഇതാ ആ പ്രഖ്യാപനം എന്ത് ചെയ്തു? അവരെ അത്ഭുതത്തിലേക്ക് വഴി നടത്തി. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരായി തീരുവാൻ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.